സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 12-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ലക്ഷ്യ, സരസ്വതി വിദ്യാമന്ദിർ വിദ്യാർത്ഥിനി. നമസ്തേ. ഭാരതത്തിൻ്റെ സംഭാവനയായ 2 ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം. രാമന്റെ അയനം അഥവാ രാമന്റെ യാത്ര, അതാണ് രാമായണം. കാവ്യരൂപത്തിലുള്ള രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയാണ്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമ ഭഗവാനെ രാഷ്ട്രതന്ത്രജ്ഞനായ ഒരു രാജാവായിട്ടാണ് നാം കാണേണ്ടത്. നീതിബോധത്തിൽ, സമത്വദൃഷ്ടിയിൽ ഭരണനിർവഹണം എങ്ങനെ നടത്താം എന്നത് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരു മഹത്തായ കഥാപാത്രമായിട്ടാണ് നാം ശ്രീരാമ ഭഗവാനെ കാണേണ്ടത്. ധർമ്മമാണ് രാമായണത്തിൻ്റെ പ്രധാന ഉദ്ദേശം. രാമായണത്തിൻ്റെ ഓരോ കാണ്ഡത്തിലൂടെ കടന്നു പോകുമ്പോഴും പല ഘട്ടങ്ങളിലും പതറാതെ, ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ എല്ലാം വളരെ തന്മയത്വത്തോടുകൂടി തരണം ചെയ്യുന്ന ശ്രീരാമ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. രാമോ വിഗ്രഹാൻ ധർമ്മ എന്നാണല്ലോ. ലോകത്തിൻ്റെ ആധാരമാണ് ധർമ്മം. ധർമ്മത്തിലൂടെ മാത്രമേ ഉത്തമമായ സംസ്കാരത്തെ വാർത്തെടുക്കാൻ കഴിയൂ എന്നാണ് രാമായണം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മൂർത്തമായ ധർമ്മത്തിൻ്റെ സാക്ഷാത്കാരമാണ് രാമൻ. സത്യചിന്തകളെയും നീതിബോധത്തെ പറ്റിയും സാമാന്യ ജനങ്ങളിൽ ബോധമുണ്ടാക്കുവാനും രാമായണ പാരായണത്തിന് കഴിയുന്നു. ഭാരത സംസ്കാരത്തിൻ്റെ കണ്ണാടിയായ രാമായണത്തിൽ ജീവിത മൂല്യങ്ങളുടെ സമഗ്ര ദർശനം കാണാം. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം, സ്വാർത്ഥതയില്ലാത്ത സഹോദര ബന്ധം, ത്യാഗപൂർണമായ ദാമ്പത്യ ജീവിതം, ഗുരു ശിഷ്യബന്ധം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും രാമായണത്തിൽ തെളിഞ്ഞു കാണാം. പട്ടാഭിഷേക വിഘ്നത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ട്. സീതയുടെയും രാമന്റെയും കല്യാണം കഴിഞ്ഞ് വളരെ സുഖശാന്തിയോടെ അയോധ്യയിൽ കഴിയവേ പട്ടാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ മന്ധര, കൈകേയിയുടെ തോഴി, റാണിയുടെ അടുത്തെത്തി പറയുകയാണ് രാമന്റെ പട്ടാഭിഷേകമാണ്. അത് കേട്ടതും കൈകേയിക്ക് വളരെ സന്തോഷമാവുകയും ചെയ്തു. അതിൽ നിന്നും വാൽമീകി ആ അമ്മമാർക്കിടയിൽ യാതൊരു വേർതിരിവും ഇല്ല എന്ന് കാണിച്ചു തരികയാണ്. മന്ധര കൈകേയിയോട് ചോദിക്കുകയാണ്, ഞാനൊരു ദുഃഖവാർത്ത കൊണ്ടുവന്നിട്ടും റാണി എന്തേ സന്തോഷിക്കുന്നു? മന്ധര പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് രാജാവിൻ്റെ ഗൂഢാലോചനയാണ്. രാമൻ രാജാവായാൽ ഭരതൻ രാമന്റെ ദാസനാവേണ്ടി വരും. റാണി കൗസല്യ രാജ്ഞിയുടെ ദാസിയാവേണ്ടി വരും. അങ്ങനെ കൈകേയിയുടെ മനം മാറി. ദശരഥ രാജാവിനോട് പണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞ വരം ആവശ്യപ്പെട്ടു. ഭരതനെ രാജാവാക്കുവാനും രാമനെ 14 വർഷം കാട്ടിലയക്കണമെന്നും. അത് കേട്ടതും രാജാവിന് ആദി ആവുകയും ലക്ഷ്മണന് കോപം വരികയും അമ്മമാർക്ക് സങ്കടം വരികയും ചെയ്തു. അപ്പോൾ രാമൻ വളരെ സമചിത്തതയോടെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു വിഷമഘട്ടം വരുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കണം എന്ന്. ഈ വിഷമാവസ്ഥയ്ക്ക് മൂലകാരണം മന്ധരയുടെ കുടില ബുദ്ധിയാണ്. ഇതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട സന്ദേശം, നമ്മുടെ ഇടയിലുള്ള മന്ധരമാർ നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നന്ദി, നമസ്കാരം.